എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും, ചുമത്തും നൻ ഭാരമെല്ലാം. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടും. എനിക്കായി കരുതുവാനികത്തിലില്ലേ, ചുമത്തുന്ന ഭാരമെല്ലാം ചുമലിൽ. എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോ. എനിക്കായി കരുതുവാനികത്തിലില്ലേ, ചുമത്തുന്ന ഭാരമെല്ലാം. എനിക്കായി കരുതുവാനികത്തിലില്ലേ. ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമം എന്നുള്ള ദൈവിക മർമ്മത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പ്രധാനമായും ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഈ വചന പരമ്പരയിലേക്ക് എല്ലാ ദൈവജനങ്ങളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പ്രധാനമായും വായിക്കാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിലേക്കാണ്. 4-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ എന്ന് അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇസ്രായേലിനെ ദൈവം ഇവിടെ എന്താണ് ആദ്യജാതൻ എന്നാണ് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പലപ്പോഴും നമുക്കൊരു സംശയമാണ് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്നുള്ള ആ സംഗതിയെക്കുറിച്ച്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ദൈവപുത്രൻ എന്നുള്ള ആ ഒരു പദവി എങ്ങനെ ലഭിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അനേകം നാമങ്ങളിൽ ഒന്നാണ് യേശു നാമം എന്ന് പറയുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അനേകം നാമങ്ങളിൽ ഒരു നാമമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യേശു ക്രിസ്തു എങ്ങനെയാണ് ദൈവമായി ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ ദൈവം മനുഷ്യനായി തീർന്നതാണെന്നും ജഡത്തിൽ വെളിപ്പെട്ടതായിരുന്നു എന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേഹരൂപമായിട്ട് ദൈവത്തിൻ്റെ ദേഹസമ്പൂർണ്ണം മുഴുവനും ദേഹരൂപമായി വസിക്കുന്ന ആരിലാണ്, യേശു ക്രിസ്തുവിലാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് 22-ാമത്തെ വാക്യത്തിൽ ഒരു വ്യക്തമായ ഒരു കാര്യം പറയുകയാണ്, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. അപ്പം ഇസ്രായേലിനെ നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമത്തിലെ ഇസ്രായേൽ എങ്ങനെയായിരുന്നു? ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്നായിരുന്നു, അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു ജാതി എന്നായിരുന്നു അവർ വിളിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരറിയപ്പെട്ടിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അബ്രഹാമിനോടും
ഇസ്ഹാക്കിനോടും യാക്കോബിനോടുള്ള ബന്ധത്തിലാണ് ഇസ്രായേലിനെ ദൈവം സ്നേഹിച്ച തലമുറയായി ദൈവം അവരെ കാണുകയും അവരെ കരുതുകയും ചെയ്തിരുന്നു. അവരെ ദൈവം തിരഞ്ഞെടുക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ പുറപ്പാട് പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം നമ്മൾ 22 വായിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ. അപ്പം ഇസ്രായേലിനെ ദൈവം പുത്രനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 4:22 അവിടെ എഴുതിയിരിക്കുകയാണ്, അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എൻ്റെ ആദ്യ ജാതൻ തന്നെ. ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്, ഞാൻ ആരാണ്? ആദ്യജാതനാണ്. ആരുടെ? ദൈവത്തിൻ്റെ ആദ്യജാതനായിട്ടാണ് ഇസ്രായേലിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ ഞാൻ നിന്റെ പുത്രനെ നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറയുക എന്ന് അവിടെ കാണാൻ കഴിയുന്നു. അപ്പം നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം, ഇപ്പോഴും ഇസ്രായേൽ ജനം, അതായത് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ആദ്യ ഭാഗം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ ഇസ്രായേൽ ജനം എവിടെയാണ്? മിസ്രൈമിൻ്റെ അടിമയാണ്, അതായത് ഫറവോൻ്റെ കീഴിലാണ് ഈ ജനം ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ജനത്തിന് വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി മോശയെ അയക്കുമ്പോൾ മോശ ഫറവോനോട് പറയേണ്ട കാര്യമാണ് ദൈവം ഇവിടെ പറയുകയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യ ജാതൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അപ്പോൾ ഇസ്രായേലിനെ മൊത്തം പുത്രൻ എന്നാണ് അവിടെ ദൈവം സംബോധന ചെയ്യുന്നതെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ആദ്യജാതൻ എന്നുള്ള ഭാഗമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അതായത് ഇസ്രായേലിനെ എന്ത് ചെയ്യണം? ഒരു മകനെ എന്നതുപോലെയാണ് സ്നേഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ആവർത്തന പുസ്തകം അതിൻ്റെ 32-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ 32:6 വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഭോഷത്വവും അജ്ഞാനമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ, അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. അപ്പം ഇവിടെ എന്താണ്? നിന്റെ പിതാവെന്ന് ഇസ്രായേലിനോട് ഇവിടെ പറയുന്നതായിട്ട് ആവർത്തന പുസ്തകത്തിൽ പറയുകയാണ്. ഇങ്ങനെയാണോ യഹോവയ്ക്ക് പകരം ചെയ്യുന്നത്? യഹോവ നിന്റെ പിതാവല്ലോ എന്ന് ഇസ്രായേലിനോട് പറയുന്ന ഒരു കാഴ്ച അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പം 18-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു, നിന്നെ ഉൽപ്പാദിപ്പിച്ച ദൈവത്തെ മറന്നു കളഞ്ഞു. അപ്പം നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അടിക്കപ്പെട്ട പാറ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ പാറയെ നീ വിസ്മരിച്ചു, നിന്നെ ജനിപ്പിച്ച പാറ. അപ്പം ദൈവമാണ് ഇസ്രായേലിനെ ജനിപ്പിച്ചത്. എന്നിലും എന്ത് ചെയ്തു? ആ ദൈവത്തെ അവർ മറന്നു എന്നുള്ള കാര്യമാണ് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ ചിന്തിക്കുമ്പോഴത്തേക്കും ഹോശേയയുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഹോശേയയുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്നും ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യഹോവ എന്ത് ചെയ്തു? ബാലനായിരുന്നപ്പോൾ ആരെ സ്നേഹിച്ചു? ഇസ്രായേലിനെ സ്നേഹിച്ചു എന്നാണ് ഇവിടെ ഇരിക്കുന്നത്. മിസ്രൈമിൽ നിന്നും ഞാൻ എൻ്റെ മകനെ വിളിച്ചു. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കഴിയുമ്പോൾ എന്താണ്? ദൈവം അവരെ ഓർക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തു. തൽഫലമായി മോശ എന്ന വീണ്ടെടുപ്പുകാരനെ അയച്ച് അവരെ വീണ്ടെടുത്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഈ പുറപ്പാട് 4:22-23 വാക്യങ്ങൾ എന്താണ്? പ്രവചനമല്ല, എന്താണ്? പിന്നെ ഇസ്രായേലിനെ തൻ്റെ ഉടമ്പടി ജനമായി തിരഞ്ഞെടുക്കുമ്പോൾ യഹോവയ്ക്ക് അവരോടുള്ള ബന്ധം വിവരിക്കുന്ന ഒരു ഭാഗമാണ്. അത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സ്നേഹമെന്ന് പറയും. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട
ജനം എന്ന നിലയിൽ ഇസ്രായേൽ യഹോവയുടെ എന്തായിരുന്നു? പുത്രനായിരുന്നു. ഒരു പുത്രൻ ജനനം മുതലല്ല, അതിനു മുമ്പ് തന്നെ പിതാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടവനാണ്, അതായത് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. 28-ലെ സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ എന്നാണ് ഇസ്രായേൽ ജനതയെക്കുറിച്ച്. അതായത് പിതാക്കന്മാർ ആരൊക്കെയാണ്? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഇവരാണ് പിതാക്കന്മാർ നിമിത്തം എന്താണ്? പ്രിയന്മാരായവരാണ് ഇസ്രായേൽ ജനമെന്ന് അവിടെ അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം മിസ്രൈമിൽ നിന്നും ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്ന് യേശു ക്രിസ്തുവിൻ്റെ ശൈശവത്തിൽ അത് നിറവേറിയതായി മത്തായിയുടെ സുവിശേഷം 2:15 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 2:15. ഹെരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രൈമിൽ നിന്നും ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എന്താണ്? യഹോവയുടെ പുത്രനായ ഇസ്രായേൽ ഈജിപ്തിലേക്ക് പോകുന്നതും മടങ്ങി വരുന്നതും, യഹോവയുടെ മഹാപുത്രനായ ക്രിസ്തു ഈജിപ്തിലേക്ക് പോകുന്നതും മടങ്ങി വരുന്നതുമായി മത്തായി എന്ത് ചെയ്യുന്നു? സാദൃശ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനമായ കാര്യം എന്താണ്? അപ്പോൾ ഈജിപ്തിലേക്ക് പോകുന്നു, മടങ്ങി വരുന്നതായി മത്തായി എന്ത് ചെയ്യുന്നു? സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യത്തിലും എന്താണ്? അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈജിപ്തിലേക്ക് പോകുന്നത്. രണ്ട് കാര്യത്തിലും സുരക്ഷിതത്വവും മടങ്ങി വരവിനുമാണ് പ്രാധാന്യം അവിടെ നൽകുന്നത്. അതായത് പാപമൊഴികെ സകലത്തിനും അവരോട് താതാത്മ്യപ്പെടുത്തുന്ന ക്രിസ്തു എന്താണ്? പ്രവചനങ്ങൾക്ക് പലപ്പോഴും എന്താണ്? ഇരുമുഖങ്ങൾ, അതായത് രണ്ട് നിവൃത്തികൾ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.